ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ ഓണമായിട്ട് ഞാനും ഇന്നൊരു ചെറിയ ഓണം വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ അതെല്ലാം കാണിച്ചു തരാം. അപ്പം ഞാനൊരു വീഡിയോ ഞാൻ ഇതുവരെ അങ്ങനെ ഓണം വ്ളോഗ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്നൊരു ഓണം വ്ളോഗ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി സാമ്പാറുമായിരുന്നു. അപ്പം സാമ്പാറിന് വേണ്ട സാധനങ്ങളെല്ലാം തലേനെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ നമ്മൾ വേറെ കറിക്ക് വേണ്ട സാധനങ്ങളൊക്കെ അരിയാൻ തുടങ്ങി. അപ്പം ഞാൻ ആദ്യമുള്ള സാധനമൊക്കെ എടുത്തു വെച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തുടങ്ങി. ഞാനും എടുത്തിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നിന്നപ്പോഴാണ് രാവിലെ തന്നെ നമ്മുടെ ഇവിടെ ഒരു കുതിരയുണ്ട്. അപ്പം ഈ കുതിരപ്പുറത്തിരിക്കുന്ന പയ്യൻ തന്നെയാണ് അതിൻ്റെ ഓണർ. അവൻ്റെ അച്ഛൻ്റെ കുതിരയാണ്. അപ്പം ഇവർ രണ്ടുപേരും കൂടെ, ഇവൻ്റെ അനിയനും കൂടെ ഇങ്ങനെ അവധി ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ കുതിരയും കൊണ്ട് പോവാറുണ്ട്. അവിടെ നമ്മളിവൻ്റെ താഴോട്ട് കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ എണ്ണപ്പനുണ്ട്, അവിടെ കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ ഇന്ന് അവൻ ഈ തിരുവോണ ദിവസമായിട്ട് അവൻ ഇങ്ങനെ കൊണ്ടുപോയി. അങ്ങനെ ഞാൻ അത് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. തമ്മു ഇങ്ങനെ കുതിര മോനെ എന്നൊക്കെ വിളിച്ച് കുതിര ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. കുതിര അങ്ങനെ അങ്ങ് വരെ നടന്നു പോയി. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ വെറുതെ ഞാൻ തന്നെ സ്വന്തമായിട്ട് എടുത്തൊരു വീഡിയോ ആണ് ഇത്. ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ട്. അപ്പം വെറുതെ ഞാൻ ഇത് ഈ വീഡിയോയിലും കൂടി അത് ഉൾപ്പെടുത്താമെന്ന് കരുതുന്നു. നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഉള്ളൊരു കാടാണ്. അപ്പോൾ അവിടെ പോയി ഞാനിങ്ങനെ എൻ്റേതായ രീതിയിൽ ഒരു ചെറിയ രീതിയിൽ ഞാനൊരു ഓണം ഫോട്ടോഷൂട്ട് നടത്തിയതാണ്. ഫോട്ടോഷൂട്ടല്ല, ഒരു വീഡിയോ പോലെ ചെറുതായിട്ടൊന്നും ചെയ്തതാണ്. എല്ലാം ഞാൻ തന്നെ, ഡയറക്ഷനും ക്യാമറയെല്ലാം ഞാൻ തന്നെ. അങ്ങനെ അതൊക്കെ അവിടെ കാട്ടിലേക്ക് കാണുന്ന പൂക്കളാണ്, അപൂർവമായിട്ടൊക്കെ കാണുന്ന പൂക്കളല്ലേ. അങ്ങനെ ഞാൻ അതിൻ്റെ എല്ലാം വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ നിങ്ങളെല്ലാവരും കണ്ടു നോക്കണം എൻ്റെ ഷോർട്സ്. ഇൻഷാല്ല അടുത്ത തവണ എത്തിക്കൂടെ ഇമ്പ്രൂവ് ചെയ്തിട്ട് എടുക്കുന്നതായിരിക്കും. അങ്ങനെ ഞാൻ വെറുതെ എടുത്തതാണ്. അപ്പോൾ അതിങ്ങനെ എടുത്തു. ഇത് നമ്മുടെ അവിടെ ഉള്ള തമ്പകത്തിൻ്റെ മരങ്ങളാണ് ഈ കാണുന്നതെല്ലാം. തമ്പകക്കാടെന്ന് പറയാം. അങ്ങനെ അവിടെ വെച്ചെടുത്തതാണ്. അപ്പം പിന്നെ അത് കഴിഞ്ഞ് ഉച്ചയായിരുന്നു. അപ്പം നമ്മളതിൻ്റെ ഇടയിൽ കറിയെല്ലാം ഉണ്ടാക്കി. അതൊന്നും ഞാൻ എടുക്കുന്നില്ല. എല്ലാവരുടെ വീട്ടിലുള്ള ഓണസദ്യയിലെ വിഭവങ്ങൾ തന്നെയാണ്. സാമ്പാർ, പരിപ്പ്, പച്ചടി, തോരൻ, അവിയൽ, പിന്നെന്തോ നാരങ്ങാക്കറി, അങ്ങനെ പായസം, എല്ലാവരുടെ വീട്ടിലുള്ള കറികൾ തന്നെ. അതുകൊണ്ട് പിന്നെ അതൊന്നും എടുത്തു പറയേണ്ട കാര്യമല്ലോ. പരിപ്പ് പിന്നെ നമ്മൾ രണ്ട് തരത്തിൽ ആദ്യം എരി ഇടുന്നതിന് മുന്നേ ചെറുതായിട്ട് വേറൊരു അരപ്പും കൂടെ വെക്കും. തമ്മൂനും നെഹ്റുവിനും കഴിക്കാൻ വേണ്ടി എരിയില്ലാതെയും കൂടെ ഇട്ട്. അപ്പോൾ തമ്മു ഇതാ ഇവിടെ ഓണസദ്യ കഴിക്കുകയാണ്. തമ്മു ഈ ചക്കരവരട്ടിയാണ് കഴിക്കുന്നത്. ഇപ്പം നെഹ്റു സദ്യ എങ്ങനെയുണ്ട്? അവർ രണ്ടുപേരും വളരെ ഹാപ്പിയാണ്. അവരുടെ വാപ്പിയും കൂടെ ഓണത്തിന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അവർ ഹാപ്പിയാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഓണസദ്യയൊക്കെ കഴിച്ചു. അപ്പം ഞാൻ കുറേ നാളുകൊണ്ട് വിചാരിക്കുന്നുണ്ട് സദ്യ ഇങ്ങനെ സാരിയൊക്കെ കൊടുത്ത്, നമ്മളിങ്ങനെ സദ്യ കഴിക്കുമ്പോൾ സാരിയൊന്നും എടുത്ത് കഴിക്കില്ലല്ലോ. അപ്പം ഞാൻ കുറേ നാളുകൊണ്ട് വിചാരിച്ചു ഈ തവണ എന്തായാലും സാരി ഉടുത്ത് കഴിക്കാമെന്ന്. അങ്ങനെ ഞാൻ ഈ വിളമ്പുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് പോയി സാരിയൊക്കെ കൊടുത്ത് അങ്ങനെ ഞാനും ബാബിയും കൂടെ തറയിരുന്നാണ് കഴിച്ചത്. അവരെല്ലാം ടേബിളിൽ തന്നെയാണ് കഴിച്ചത്. അങ്ങനെ സദ്യ ഒക്കെ കഴിച്ചു. നല്ല സദ്യയായിരുന്നു. എല്ലാവരുടെ വീട്ടിലെയും കറികളെല്ലാം സെയിം തന്നെയാണെന്ന് തോന്നുന്നു ഓണത്തിന്. ഈ ഓണത്തിൽ ഏറ്റവും എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യം ഈ സദ്യ തന്നെയാണെന്നാണ് തോന്നുന്നത്. സദ്യ കഴിച്ചതോടെ നമുക്ക് ഓണം തീർന്നെന്ന് തോന്നുന്നില്ലേ. എല്ലാവരും സദ്യയാണ് ഓണത്തിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സദ്യ. അങ്ങനെ ഞങ്ങൾ സദ്യ കഴിച്ചു. പിന്നെ തിരുവനന്തപുരത്തൊരു സ്ഥലമുണ്ടല്ലോ, മദേഴ്സ് വെജ് പ്ലാസ. അവിടെ എല്ലാ ദിവസവും സദ്യ കിട്ടുന്നത്. കഴിഞ്ഞ തവണ ഞങ്ങൾ അവിടെ പോയി കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ സദ്യ ഏകദേശം ഫിനിഷ് ആവാറായി. അത് കഴിഞ്ഞിട്ട് പായസം കുടിച്ചു. അങ്ങനെ നമ്മൾ വെർമസിലി ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതും കഴിച്ചു. ഇലയിൽ തന്നെ കഴിച്ചു. സാധാരണ ചിലപ്പോഴൊക്കെ ഞാൻ അല്ലാതെ ഗ്ലാസ്സിലൊക്കെ കഴിക്കുന്നത്. പക്ഷെ ഇന്ന് ഞാൻ എല്ലാം ഒരു ചിട്ടവട്ടത്തോടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഇലയിൽ തന്നെ കഴിച്ചു. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം വൈകിട്ടാവാറായപ്പോൾ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള മിൽപ്പാലത്ത് പോയി. അപ്പം അങ്ങനെ പോവാൻ ഞങ്ങളെല്ലാവരും തയ്യാറായി നിൽക്കുമായിരുന്നു. അപ്പം ഇങ്ങനെ ഈ വൈകുന്നേരത്തെ ഈ ഗോൾഡൻ അവർ എന്ന് പറയില്ലേ, ആ സമയമായിരുന്നു. അങ്ങനെ ഞാൻ ഇപ്പോൾ ഈ മരത്തിൽ നിന്ന് ഇങ്ങനെ വെയിൽ വരുന്നത് കാണാൻ ഒരു ഭംഗി. അങ്ങനെ ഞാൻ അതും കൂടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണ്. അപ്പം നമ്മൾ ഇറങ്ങി നിന്നിട്ട് ഇത്തിരി ലേറ്റായി പോകാൻ വേണ്ടി. ആ സമയത്ത് നെഹ്റു ആദ്യം കൂടെ സ്വന്തമായിട്ട് ഗേറ്റ് തുറന്നൊക്കെ പുറത്ത് ഇറങ്ങുകയാണ് ആവേശം കൊണ്ട്. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ എത്തി. അപ്പോൾ ഇതേ മിൽപ്പാലം ആണ്. ഞാൻ എൻ്റെ വീഡിയോയിൽ കുറേ തവണ ഈ സ്ഥലം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഹിഡൻ സ്ഥലമാണെന്ന് പറയാം. കാരണം അധികം എല്ലാവരും പാലത്തിൻ്റെ അവിടെയാണ് പോകുന്നത്. അതിന് എത്തുന്നതിന് മുന്നേ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ എനിക്ക് ഈ മിൽപ്പാലത്ത് ഏറ്റവും ഇഷ്ടം ഈ സ്ഥലമാണ്. തമ്മു ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തമ്മു ഇങ്ങനെ ഓടിക്കളിക്കുമായിരുന്നു. ഇത് കറക്റ്റ് പുൽമേടെന്ന് തന്നെ പറയാവുന്ന ഇതാണ്.
അപ്പം നല്ല സ്ഥലമാണ് അവിടെ. അപ്പോഴത്തേക്ക് ഇതിന് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 5 വർഷം കൂടെ കഴിയുമ്പം ഇത് മൊത്തത്തിൽ വെള്ളത്തിലാവുമെന്ന് തോന്നുന്നു. ഇടിഞ്ഞിടിഞ്ഞ് ഇങ്ങനെ ഇപ്പം തന്നെ കഴിഞ്ഞ ഭാഗത്തേങ്ങാട്ടി കുറച്ച് സ്ഥലം ഇതിന് കുറവുണ്ട്, ഇടിഞ്ഞിടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഫോട്ടോ ഇടുമ്പോൾ എല്ലാവരും ചോദിക്കട്ടെ ഏതാ സ്ഥലമൊന്ന്, നല്ല സ്ഥലമോ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് തിരിച്ചു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ച് പോണ വഴിക്ക് നമ്മുടെ മിൽപ്പാലത്ത് തന്നെ നമ്മുടെ പക്രോണന്റെ നേതൃത്വത്തിലുള്ള ക്ലബിന്റെ ഒരു ഓണ പ്രോഗ്രാം നടക്കുന്നുണ്ടായിരുന്നു. മലയാളി മംഗ മത്സരവും നമ്മൾ ചെന്നപ്പോൾ നടന്നത്. അപ്പം തിരിച്ചു പോകുന്ന സമയത്ത് ഒരു കുട്ടിയുടെ ഡാൻസ് നടക്കുമായിരുന്നു. അങ്ങനെ കലാപരിപാടികളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. പക്രോണൻ എൻ്റെ കോഴിക്കോട് വ്ളോഗിലൊക്കെ പക്രോണനുണ്ട്. അങ്ങനെ ഇപ്പം ക്ലബിൽ ഭയങ്കര പ്രവർത്തനമൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ ഓണം ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ ഓണം. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചപ്പോൾ തന്നെ 6:30 ആയിരുന്നു. അപ്പം ഹോപ്പ് യു ഗൈസ് എൻജോയ് മൈ വീഡിയോ. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്.